ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചില്ലി ചിക്കനാണ്. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ക്യൂബായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2 സ്പൂൺ കോൺഫ്ലവറാണ്. അതുപോലെ തന്നെ സ്വല്പം കുരുമുളക്, ഇതേപോലെ 1 സ്പൂണ് സോയാ സോസ്, അതുപോലെ തന്നെ ചില്ലി സോസ്. അതിന് വേണ്ട രീതിയിലുള്ള സാൾട്ട്, 1 ടീസ്പൂൺ സാൾട്ട്. ഇത്രയും നമ്മളിതിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് ശരിക്കും നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. എല്ലാ മസാലയൊക്കെ ഇതിന് പിടിച്ചു. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂർ നേരം പുറത്ത് വെക്കാം. ഹായ്, നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അരമണിക്കൂറോളായി. ഇനിയിപ്പോൾ നമ്മളത് ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി. ഇനിയിപ്പോൾ നമ്മൾ എന്താക്കുന്നത്, ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ്. ഓരോ സൈഡ് തന്നെ ആക്കിയിട്ട് മടക്കി വെക്കണം. ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിൻ്റെ ഒന്നും കൂടി മടക്കിടാം ഓരോ ഭാഗങ്ങളായിട്ട്. നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡിയായി, ശരിക്കും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വറുത്ത ചിക്കനിൽ കുറച്ച് എണ്ണയുണ്ട്. ആ എണ്ണയിൽ വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയനാണ്, ഒരു 1.5 സ്പൂണ് സോയാ സോസ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മുറിച്ച് വെച്ച ഉള്ളി, കുറച്ച് അതിങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചാണ്. പിന്നെ 3 കളർ ചേർക്കുക.
നമുക്ക് 2-3 മിനിറ്റ് ഒന്നിങ്ങനെ വരട്ടെടുക്കാം. കപ്പ് വെള്ളം. ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ്. ഇനിയിപ്പോൾ നമ്മളതിൽ ഒഴിക്കുന്നത് പറഞ്ഞാൽ ഒരു 1.5 സ്പൂൺ സോയാ സോസ്, അതുപോലെ തന്നെ ചില്ലി സോസ്, കുറച്ച് പെപ്പർ, ഇനി നമുക്ക് നന്നായിട്ട് നിലക്കാം. ഒരു 1/2 കപ്പ് വെള്ളം. അപ്പം നമ്മൾ ഈ മസാലയൊക്കെ ശരിക്കും അത് വെന്തു. ഇനി ഇതിൽ നമ്മൾ നേരെ വറുത്ത് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഈ ചിക്കൻ ഇതാ ഇതിലിട്ടു. നമുക്കതൊന്ന് തരും. ഇതിലിപ്പോൾ നമ്മളൊന്ന് ചേർക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ കോൺഫ്ലവർ നേരത്തെ കുറച്ച് ഇതിൽ കലക്കി വെച്ചിട്ടുണ്ട്, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ. അതാണിപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്താ പറഞ്ഞാൽ ഇത് നല്ല കട്ടിയായിട്ട് വരും സാധനം. സ്വല്പം ഉപ്പിടാം. അത് 2 സ്പൂണ് ടൊമാറ്റോ സോസ്, ചിക്കൻ ചില്ലി റെഡി ആയിരിക്കുന്നു. അത് നമ്മൾക്ക് ഒരു സർവേ പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ഗാർണിഷിന് വേണ്ടി ഗ്രീൻ ഓണിയൻ ലീവ് സ്പ്രിംഗ് ചെയ്തിടാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ചില്ലിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്.